സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, വെളിയത്തുനാട് ലോക്കൽ കമ്മിറ്റിക്ക് സ്വന്തമായ ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിച്ച് സഖാവ് ഇ കെ നായനാരുടെ ഒരു സ്മാരകമായി പ്രവർത്തനം ആരംഭിക്കുന്നു എന്നത് എല്ലാവർക്കും വളരെയധികം ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ്. പാറാനയിൽ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ള എല്ലാവരും ഈ സന്തോഷത്തിൽ പങ്കാളികളാണ്. വളരെ കാലമായി ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് വെളിയത്തുനാട് ലോക്കൽ കമ്മിറ്റിക്ക് ഇന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുകയും അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നത്. സഖാവ് വി കെ നായനാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഒരു ജനകീയ നേതാവായിരുന്നു. സഖാവ് വി കെ നായനാർ 3 പ്രാവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തപ്പോൾ ആ ഭരണം ഉപയോഗിച്ചുകൊണ്ട് വിശ്വവർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. കർഷക തൊഴിലാളികൾക്ക് രാജ്യത്ത് ആദ്യമായി ഒരു പെൻഷൻ പദ്ധതി 45 രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സഖാവ് വി കെ നായനാർ അന്ന് 1980 മുൻകൈയെടുക്കുകയുണ്ടായി. ഇന്ന് ആ 45 രൂപയാണ് പിണറായി വിജയൻ സർക്കാർ 1400 രൂപയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അന്നത് തുടങ്ങി വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ അത് വർദ്ധിച്ച് സാധാരണക്കാരായ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് ഒരാശ്വാസമായി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഇന്ന് മാറിയിട്ടുള്ളത്. ഇതിന് തുടക്കം കുറിച്ചത് സഖാവ് വി കെ നായനാറായിരുന്നു. ഭരണം ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തു എന്നതാണ് സഖാവിൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേമ പദ്ധതികൾ ഇന്ന് വിവിധ വിഭാഗം ജനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനും തുടക്കം കുറിച്ചത് സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. സഖാവിനെക്കുറിച്ച് ഓർത്തെടുക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും. ഭരണപരമായ കാര്യങ്ങളിൽ മാത്രമല്ല സഖാവ് വി കെ നായനാറെ നാം ഓർക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബാലസംഘത്തിൽ പങ്കെടുത്ത് പൊതുപ്രവർത്തന രംഗത്തേക്ക് സഖാവ് കടന്നു വരികയുണ്ടായി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്തു. കയ്യൂർ കേസിൽ സഖാവ് വി കെ നായനാർ പ്രതിയായിരുന്നു. പിന്നീട് സഖാവ് വി കെ നായനാറെ പ്രായം വളരെ കുറഞ്ഞ ഒരു പ്രതി എന്നുള്ള നിലയിൽ സഖാവിനെ വിട്ടയച്ചു. മൊറാഴ സംഭവത്തിൽ സഖാവ് വി കെ നായനാർ ഒരു പോരാളിയായിരുന്നു. ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ പോരാട്ട ഭൂമിയിൽ നിലയുറപ്പിച്ച വിപ്ലവകാരിയായിരുന്നു സഖാവ് വി കെ നായനാർ. കോഴിക്കോട് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് കേരളത്തിൽ സംഘടനാ രംഗത്ത് സഖാവ് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ. പിന്നീട് സഖാവിൻ്റെ പ്രവർത്തനം പാർലമെൻ്ററി രംഗത്തേക്ക് മാറി CPIM രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. പാർലമെൻ്റ് അംഗമായി 1967 സഖാവ് വി കെ നായനാർ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് സഖാവ് നായനാർ CHൻ്റെ മരണത്തിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു 1972. 1980 വരെ സഖാവ് ആസ്ഥാനത്തേക്ക് തുടർന്നു. പിന്നീടും ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല സഖാവിനെ ഏൽപ്പിക്കുകയുണ്ടായി. പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയിലും സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലും കേരളത്തിലുടനീളം CPIM കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചൊരു സഖാവായിരുന്നു ഇ കെ നായനാർ എന്ന കാര്യം CPM പ്രവർത്തകന്മാർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. ഇങ്ങനെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ജനകീയ നേതാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ്
ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഇന്നിവിടെ സമർപ്പിക്കുന്നത്. ഇന്ന് ഈ പരിപാടി നടക്കുന്ന കാലഘട്ടം വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. അസാധാരണമായൊരു സ്ഥിതിവിശേഷത്തെയാണ് നമ്മുടെ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയെ തകർക്കാൻ, ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ നോക്കുകുത്തിയാക്കി മാറ്റാൻ, നിയമാനുസൃതമായി രൂപം കൊണ്ട സംവിധാനങ്ങളെ തന്നെ അട്ടിമറിക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കാത്ത രാജ്യമായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുകയാണ്. കർഷകർക്ക് കൃഷിഭൂമിയിൽ അവരുടെ അവകാശം ഇല്ലാതാക്കിക്കൊണ്ട് കാർഷിക മേഖല മുഴുവൻ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയമം വഴി തീരുമാനമെടുത്തു കഴിഞ്ഞു. തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾക്കുണ്ടായിരുന്ന എല്ലാ സുരക്ഷിതത്വവും ഇല്ലാതാക്കി തൊഴിലാളികളെ ഇഷ്ടം പോലെ എടുക്കാനും പുറത്താക്കാനും തൊഴിലുടമകൾക്ക് അധികാരം നൽകുന്ന നിയമനിർമ്മാണമാണ് പാർലമെൻറ്റ് പാസ്സാക്കിയെടുത്തിട്ടുള്ളത്. ഇത് തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും എതിരായൊരു യുദ്ധം പ്രഖ്യാപിച്ച അവസ്ഥയാണ് രാജ്യത്ത് നിന്ന് വന്നുചേർന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല, കുട്ടികൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്നില്ല. ഇത് സമീപ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ നമ്മയെല്ലാം വളരെയധികം നടുക്കുന്നതാണ്. ഇന്ത്യയിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള സംഭവ പരമ്പരകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഹസ്രാത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സംഘം സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കീഴ്ജാതി വിഭാഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് പിച്ച് ചീന്തിയത് എന്ന് ലോകം ഇന്ന് അറിഞ്ഞിരിക്കുകയാണ്. വയലിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ രക്ഷിതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെ വലിച്ചിഴച്ച് കൊണ്ടുപോയി ആ പെൺകുട്ടിയെ മൃഗീയമായി കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കി. ആ കശ്മല സംഘം ഈ പെൺകുട്ടി ഇക്കാര്യം പുറത്തു പറയാതിരിക്കാൻ പെൺകുട്ടിയുടെ നാവ് അറുത്തെടുത്തു. ഇത്രയും ക്രൂരമായൊരു സംഭവം നാം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ആ പെൺകുട്ടി മരണപ്പെട്ടു. ആ പെൺകുട്ടിയുടെ ജഡം രക്ഷിതാക്കന്മാർക്ക് അടക്കം ചെയ്യാൻ പോലും വിട്ടുകൊടുത്തില്ല. പോലീസ് ആ ശവശരീരം കത്തിച്ചു. കുടുംബാംഗങ്ങൾക്ക് ആ ശവശരീരം അടക്കം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടു. പ്രതിഷേധിച്ചവരെ അടിച്ചോടിച്ചു. ആ സംഭവ സ്ഥലത്തേക്ക് പോകാൻ ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാരെ അനുവദിക്കുന്നില്ല. എല്ലാ നിലയിലും ആ പ്രദേശം ഇന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അവിടെ നടന്ന സംഭവം ലോകം അറിയാൻ പാടില്ല എന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത്. ഇപ്പോൾ ആ സംഭവം ശരിയല്ലെന്നും ആ രക്ഷിതാക്കന്മാർ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള വിചിത്രമായ നിലപാടാണ് യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഉത്തർപ്രദേശിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ക്രമസമാധാനം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. ഈ സംഭവത്തിന് ശേഷവും 2 പെൺകുട്ടികളെ ഇങ്ങനെ മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് നമ്മെ നടുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചെന്നൈ ഹൈക്കോടതി പറഞ്ഞു, ഓരോ 15 മിനിറ്റിനുള്ളിലും ഓരോ സ്ത്രീകൾ നാട്ടിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. സ്ത്രീ സുരക്ഷയില്ലാത്ത നാട് ഇന്ത്യ, കുട്ടികൾക്ക് സുരക്ഷയില്ലാത്ത നാട് നരേന്ദ്രമോദിയുടെ ഇന്ത്യ, തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത നാട് BJPയുടെ ഇന്ത്യ. അതാണ് ഇന്നത്തെ നമ്മുടെ ഭാരതം. മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങൾക്കും സ്വത്തിനും ജീവനും സുരക്ഷിതത്വമില്ലാത്ത നാട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ലക്നോ CBI കോടതിയുടെ വിധി. ബാബറി മസ്ജിദ് 1992 ഇടിച്ച് നിരപ്പാക്കി അവശിഷ്ടങ്ങളെല്ലാം സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. RSSകാരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം നമ്മുടെ രാജ്യം കണ്ട രണ്ടാമത്തെ ഭീകരവാദ പ്രവർത്തനമായിരുന്നു ബാബറി മസ്ജിദ് തകർക്കൽ. ലോകം മുഴുവൻ ആ രംഗം കണ്ടു. വിവിധ ടെലിവിഷൻ ചാനലുകൾ അന്നത് സംപ്രേഷണം ചെയ്തു. ഇന്നത്തെ പോലെ ടെലിവിഷൻ ചാനലുകൾ ഇത്ര കൂടുതലില്ലാത്തൊരു കാലത്തും
ആ സംഭവം എല്ലാവരുടെയും മനസ്സിൽ തട്ടി നിൽക്കത്തക്ക വിധം അത് അന്നത്തെ ടെലിവിഷൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ സംഭവം ലോകം മുഴുവൻ നോക്കി നിൽക്കെ ചെയ്യുന്നത് ആരാണെന്ന് ദൃശ്യത്തിൽ പ്രകടമായിരിക്കെ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ CBI പറയുന്നു, ഞങ്ങൾ അതിൽപ്പെട്ട ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലോകം മുഴുവൻ കണ്ടൊരു കാര്യം CBIക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ലക്നൗ കോടതിയുടെ വിധി അതിവിചിത്രമാണ്. സാമൂഹ്യദ്രോഹികളാണത് ചെയ്തത് എന്നാണ് കോടതി വിധി എഴുതിയിരിക്കുന്നത്. സാമൂഹ്യദ്രോഹികളാണ് ചെയ്തതെങ്കിൽ ആ സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി നിയമപരമായ ശിക്ഷ കൊടുക്കണ്ടേ? അത് സംബന്ധിച്ച് കോടതി മൗനം പാലിച്ചു. അതിൽ പങ്കെടുത്ത് ആഹ്ലാദം പ്രകടിപ്പിച്ച ആളുകളെയെല്ലാം കോടതി മുഴുവൻ ആളുകളെയും കുറ്റവിമുക്തമാക്കി. നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ ഉണ്ടോ? ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന CBIക്ക് 25 വർഷത്തിലേറെ ഈ കേസ് അന്വേഷിച്ചിട്ടും അതിലെ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ കുറ്റാന്വേഷണ ഏജൻസിയായ CBIക്ക് രാജ്യത്ത് എന്താണ് പ്രസക്തി? ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ലക്നൗ കോടതി വിധിയെ തുടർന്ന് ഇന്ന് രാജ്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ രാജ്യത്ത് ഇന്ന് മതന്യൂനപക്ഷങ്ങളെ തുടച്ചു നീക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS. അവരുടെ ലക്ഷ്യം എന്താണെന്ന് RSS പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1925 രൂപം കൊണ്ട RSS അവർ പ്രഖ്യാപിച്ച അവരുടെ ലക്ഷ്യത്തിനകത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഭ്യന്തര ശത്രുക്കളായ 3 പേരെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണം. അതിനാണ് RSS പ്രവർത്തിക്കുന്നത് എന്നാണ്. മുസ്ലിമുകൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ ഇവരാണ് ആഭ്യന്തര ശത്രുക്കളായി RSS നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ BJPക്ക് തനിച്ച് ഭരിക്കാൻ അവസരം ലഭിച്ചതോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങാനാണ് ഇന്ത്യൻ ഭരണകൂടത്തെ അവരൊന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്നൊരു അരക്ഷിത ബോധമുണ്ടായിരിക്കുകയാണ്. ചില മുസ്ലിം സംഘടനകൾ നേതാക്കന്മാരും പറഞ്ഞു, ഈ ലക്നൗ കോടതി വിധി രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാൻ സഹായകരമാണ്. ഇങ്ങനെ അവർ പറയാൻ നിർബന്ധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഭയം കൊണ്ടാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന RSSൻ്റെ തന്ത്രം രാജ്യത്ത് വിജയിക്കുകയാണ്. തിരുവായ്ക്കെതിർവായി അവർക്കില്ലാത്തൊരു രാജ്യം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാബറി മസ്ജിദ് സംഭവം ഉണ്ടായിരിക്കുന്ന കോടതി വിധി മറ്റാരാധനാലയങ്ങൾക്കെതിരെയും വെല്ലുവിളി ഉയർത്താൻ RSSന് സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. മറ്റ് പല പള്ളികൾക്കെതിരായും അവരിപ്പോൾ അവകാശവാദവും ഭീഷണിയും നേരത്തെ ഉയർത്തിയിരുന്നത് ഇപ്പോൾ ആവർത്തിക്കുന്നു. മുസ്ലിം ദേവാലയങ്ങൾക്കെതിരായിട്ട് മാത്രമല്ല, ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കെതിരായിട്ടും പലതും അവകാശവാദവുമായി അവർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് രാജ്യത്ത് മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജീവിക്കാൻ, ആരാധന നടത്താനുള്ള അവകാശത നടത്തുന്ന ഈ യുദ്ധം ഇത് ആ മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. ആ മതനിരപേക്ഷ അടിത്തറയെയാണ് ഇത് തകർക്കുന്നത്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ പ്രശ്നം ഏറ്റെടുക്കുന്നത് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടുള്ള സ്നേഹം കൊണ്ടോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടുള്ള വിരോധം കൊണ്ടോ അല്ല. ഞങ്ങൾ ലോകത്ത് എല്ലായിടത്തും അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയമാകുന്നതുകൊണ്ട് ഞങ്ങൾ ആ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കൃഷിക്കാർ ഏറ്റവും വലിയ അടിമത്തത്തിനും ചൂഷണത്തിനും വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആ കർഷകൻ്റെ പ്രശ്നം ഏറ്റെടുക്കുന്നു. മതന്യൂനപക്ഷങ്ങൾ ഭീഷണിക്കും അടിച്ചമർത്തലിനും വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രശ്നം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കുന്നു. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നം അത് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ എന്നുള്ളത് ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടാണ്. അതിൻ്റെ ഭാഗമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ജീവത്യാഗം ചെയ്തുകൊണ്ടും മതസൗഹാർദ്ദം രക്ഷിക്കണം, മതേതരത്വം കാത്തു സൂക്ഷിക്കണം, ഈ മുദ്രാവാക്യം ഞങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ മുന്നോട്ട് വെക്കുന്നത്.
ഇതിൻ്റെ പേരിൽ ഒട്ടനവധി പീഡനങ്ങളും വെല്ലുവിളികളും ഏറ്റെടുക്കേണ്ടി വന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇന്നും ഞങ്ങൾ ആ പാതയിൽ കൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ലക്നൗ കോടതി വിധി ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കോടതി വിധിക്കെതിരെ CBI ഉന്നത കോടതിയിൽ അപ്പീൽ പോകാൻ തയ്യാറാണെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. CBI അപ്പീൽ പോകുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും. നമ്മുടെ രാജ്യത്തിൻ്റെ ഘടന നിലനിൽക്കുന്നത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി തുടങ്ങിയ സംവിധാനങ്ങളാണ് ഭരണഘടനയുടെ തൂണുകൾ. എക്സിക്യൂട്ടീവോ ലെജിസ്ലേച്ചറോ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും തിരുത്താനുമാണ് ജുഡീഷ്യറി നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായി സ്ഥാപിച്ചിട്ടുള്ളത്. ആ ജുഡീഷ്യൽ സംവിധാനത്തിൽ നിന്നും നീതി ലഭ്യമാകുന്നില്ല എന്ന് വന്നാൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് അരാജകത്വമായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രശ്നം തുടർന്ന് ഉപരിക്കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് CPIM ആവശ്യപ്പെടുന്നത്. ഈ ലക്നൗ കോടതി വിധി എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന RSS സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടിയുടെ ഭാഗമാണ്. ജമ്മു കാശ്മീർ രണ്ടായി വെട്ടിമുറിക്കുകയും ജമ്മു കാശ്മീരിലുള്ള പ്രത്യേക അവകാശം റദ്ദാക്കപ്പെടുകയും ചെയ്തു. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൽപ്പെട്ടവരെ ഇന്ത്യയിൽ അന്യ പൗരന്മാരായി പ്രഖ്യാപിച്ചുകൊണ്ട് ദേശവിരുദ്ധന്മാരായി പ്രഖ്യാപിക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിതമായ നീക്കമാണ്. ഇത്തരം നീക്കങ്ങളുടെ തുടർച്ചയാണ് ലക്നൗ കോടതി വിധി എന്ന കാര്യം ഈ സന്ദർഭത്തിൽ നാം വായിച്ചെടുക്കണം. ഈ സന്ദർഭത്തിൽ ഭരണഘടന സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഉള്ള പോരാട്ടം കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യം ഇല്ലാതാക്കിയപ്പോൾ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് ജനാധിപത്യം മാത്രമല്ല, മതനിരപേക്ഷതയും ഇന്ന് അപകടത്തിലായിരിക്കുകയാണ്. ഭരണഘടന ഇന്ന് അപകടത്തിലാണ്. പാർലമെൻറ്റ് പോലും ഇന്ന് പ്രഹസനമാക്കിക്കൊണ്ടിരിക്കുന്നു. പാർലമെൻറ്റിൽ വോട്ടെടുപ്പ് പോലും അനുവദിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഒരു പുതിയ പോരാട്ടത്തിന് രാജ്യത്തിലെ ജനങ്ങൾ ആകേണ്ടുന്നൊരു കാലഘട്ടമാണ്. ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകമായിട്ടുള്ള പ്രസക്തിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2004 ഇന്ത്യൻ ലോകസഭയിൽ CPIMന് 43 മെമ്പർമാരുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന് 64 പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് 2004 BJP അധികാരത്ത് മാറ്റി നിർത്തി UPA ഒന്നാം സർക്കാർ രൂപീകരിക്കാൻ അവസരം സൃഷ്ടിച്ചത്. എന്നാൽ ഇടതുപക്ഷവുമായുള്ള ബന്ധം കോൺഗ്രസ് വിച്ഛേദിച്ച് ഉദാരവൽക്കരണ, കോർപ്പറേറ്റ്വൽക്കരണ നടപടികളും അമേരിക്കയുമായുള്ള സാമ്രാജ്യത്വവുമായുള്ള ബന്ധവും സ്ഥാപിക്കാൻ അവർ ഔത്സുക്യം കാണിക്കുകയും ഇടതുപക്ഷവുമായി ബന്ധം വേണ്ട എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് വന്ന ദുരന്തമാണ് BJPക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാനുള്ള സാഹചര്യം കോൺഗ്രസ് സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടാണ് ഇവിടെ സൃഷ്ടിച്ചു കൊടുത്തത്. കോൺഗ്രസ് ഭരണമാണെങ്കിൽ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ ഭരണവുമായിട്ട് മാറി. ജനങ്ങളാകെ കോൺഗ്രസിനെ വെറുത്തു. 2G സ്പെക്ട്രം കുംഭകോണം, നിരവധി കുംഭകോണങ്ങൾ, കൽക്കരി കുംഭകോണം എല്ലാം ആ കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2 ലക്ഷം കോടി രൂപയുടെ കുംഭകോണമാണ് കോൺഗ്രസിൻ്റെ UPA ഭരണം, രണ്ടാം UPA ഭരണത്തിൽ നടന്നത്. തൊഴിലില്ലായ്മ മൂർച്ഛിച്ചു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ഈ പ്രതിസന്ധി ഉപയോഗിച്ചുകൊണ്ടാണ് RSS മുതലെടുത്ത് അധികാരത്തിൽ വന്നത്. എന്നാൽ ഇടതുപക്ഷവുമായി 2004 ഉണ്ടാക്കിയ ധാരണ നിലനിർത്താൻ കോൺഗ്രസ് മുൻകൈയെടുത്തിരുന്നുവെങ്കിൽ BJP ഇന്ത്യയിൽ വീണ്ടും 2014 അധികാരത്തിൽ വരുമായിരുന്നില്ല. ഇന്നിപ്പോൾ BJP സർക്കാർ നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് ഒരിക്കലും നമ്മൾ വിഭാവനം ചെയ്യാത്ത രീതിയിലുള്ള ചെയ്തികളുമായി മുന്നോട്ട് പോകുമ്പോൾ പാർലമെൻറ്റിൽ പോലും അതിനെ ചെറുക്കാൻ
കോൺഗ്രസിന് കഴിയുന്നില്ല. പാർലമെൻറ്റിൽ നേരത്തെ ഇടതുപക്ഷത്തിനുണ്ടായതുപോലൊരു അംഗബലം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ലോകസഭയിലും രാജ്യസഭയിലും ബില്ലുകൾ ഞൊടിയിടയിൽ പാസ്സാക്കിയെടുത്തതുപോലെ പാസ്സാക്കിയെടുക്കാൻ BJP ഗവൺമെൻറ് കഴിയുമായിരുന്നോ? കേരളത്തിൽ നിന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു CPM മെമ്പർ മാത്രമേ ജയിച്ചുള്ളൂ. ബാക്കി 19 പേർ UDFകാർ ജയിച്ചു. എന്നാൽ കാർഷിക ബില്ലും തൊഴിലാളി ബില്ലും പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ലോകസഭയിൽ UDFൻ്റെ MPമാർ രാജ്യസഭയിൽ ഇടതുപക്ഷം സ്വീകരിച്ചതുപോലുള്ള നിലപാട് സ്വീകരിക്കാൻ UDF MPമാർക്ക് കഴിഞ്ഞോ? അവിടെ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ച് പാർലമെൻറ്റിൽ നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരു വോട്ടെടുപ്പെങ്കിലും നടത്തിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ഇതിൽ നിന്ന് വ്യക്തമാകുന്ന എന്താണ്? BJPയെ ചെറുക്കണമെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ശക്തിപ്പെടണം. ലക്ഷ്യബോധമുള്ള RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടാൻ കരുത്തുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ പൊരുതാൻ കെൽപ്പുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനം, അതിൻ്റെ പ്രതിനിധികൾ ലോകസഭയിൽ ഉണ്ടാകണം. അതില്ലാത്തത് ആണ് ഇന്ന് BJPക്ക് അതിവേഗം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉള്ള അവസരം രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അനുഭവം ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തണം. ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് വേണം BJPക്കെതിരായ പോരാട്ടം രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ന് പ്രതീക്ഷ വഴികാട്ടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. 4.25 വർഷത്തിനിടയിൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നയം BJPക്ക് ബദലാണ്, കോൺഗ്രസ് നയങ്ങൾക്ക് ബദലാണ്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സർവ്വതല സ്പർശിയായ വികസനം ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ കാഴ്ചവെക്കുന്നു. അത് മതനിരപേക്ഷതയിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തുല്യ പരിഗണന കൊടുത്തുകൊണ്ട് നീതി നടപ്പായിക്കൊണ്ടാണ്. കേരളത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ജാതിമത പരിഗണനകളില്ലാതെ തുല്യനീതി ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. ഇതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രത്യേകത. ഓരോ കാര്യങ്ങളും ഇവിടെ വിശദമായി പ്രതിപാദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. മറ്റുള്ള സഖാക്കൾ ഇവിടെ പ്രസംഗിക്കാറുണ്ട്. 600 വാഗ്ദാനങ്ങൾ നിയമസഭ ഇലക്ഷൻ കാലത്ത് ജനങ്ങൾക്ക് LDF നൽകി. അതിൽ 30 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ നടപ്പാക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് സാധിച്ചു. ഇപ്പോൾ 100 പരിപാടികൾ 100 ദിവസം കൊണ്ട് നടപ്പാക്കാൻ സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഓരോ ദിവസവും പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളും പദ്ധതികളുടെ തുടക്കം കുറിക്കലും ദിവസേന എന്നോണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസ്മയിക്കുന്ന വേഗത്തിലുള്ള വികസന പദ്ധതികളാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇവിടെ കാഴ്ചവെക്കുന്നത്. UDF ഭരണകാലത്ത് അസാധ്യം എന്ന് കരുതിയ കാര്യങ്ങളാണ് LDF സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പൂജാരിമാരാകാൻ അവസരം ലഭിച്ചിട്ടില്ല. ഇടതുപക്ഷ സർക്കാരാണ് ഇതിവിടെ നടപ്പിലാക്കിയത്. ഇത് അടിച്ചമർത്തപ്പെട്ടവർക്ക് ഉള്ള മോചനത്തിൻ്റെ പാത പ്രായോഗികമായി നടപ്പാക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. വീടില്ലാത്തവർക്ക് വീട് ഏതൊരാളുടെയും ആഗ്രഹമാണ്. അത് നടപ്പാക്കാനാണ് LDF സർക്കാർ ലൈഫ് പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഇതിനകം 2.25 ലക്ഷം വീടുകൾ നിർമ്മിക്കുകയും 2.25 ലക്ഷം കുടുംബങ്ങൾ ആ വീടുകളിൽ താമസം ആരംഭിക്കുകയും ചെയ്തു. ഇനി 100 ദിവസത്തിനുള്ളിൽ 50,000 വീടുകൾ കൂടി നിർമ്മിക്കും. ഇത് ഒരു സർവകാല റെക്കോർഡാണ്. രാഷ്ട്രീയ പരിഗണനകൾ ഇല്ലാതെയാണ് ഗുണഭോക്താക്കൾ തിരഞ്ഞെടുക്കുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം ഞാൻ വളരെയധികം ശ്രദ്ധിക്കുകയുണ്ടായി. നിയമസഭയിൽ എന്നോടൊപ്പം അംഗമായി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവായ ശ്രീ PK വേലായുധൻ, അദ്ദേഹം മന്ത്രിയായിരുന്നു. എറണാകുളത്തുകാർക്ക് അദ്ദേഹത്തെ അറിയാം. ഞാറക്കൽ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ആ PK വേലായുധൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗിരിജ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ കേട്ടോ? എനിക്കൊരു വീടില്ല, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ വാടക വീടുകൾ മാറി മാറി താമസിച്ചു, അവസാനം
ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന എല്ലാവരെയും ഞാൻ പോയി കണ്ടു. കരുണാകരൻ മുതൽ AK ആൻ്റണി മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഓരോരുത്തരെയും കണ്ട് ഈ കാര്യം പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. എന്നാൽ ഈ കാര്യം MLA ഹോസ്റ്റലിൽ അവിടുത്തെ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയപ്പോൾ എൻ്റെ ഈ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയ ഡോക്ടർ SC/ST വകുപ്പ് മന്ത്രി AK ബാലനെ ഒരു പെറ്റീഷൻ കൊടുക്കാൻ പറയുകയും അദ്ദേഹത്തെ വിവരമറിയിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് തിരുവനന്തപുരത്ത് ഒരു വീട് ലഭ്യമായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പാക്കുന്ന ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി തനിക്ക് വീട് കിട്ടിയിരിക്കുന്നു എന്ന കാര്യം തുറന്നു പറയാൻ PK വേലായുധൻ്റെ ഭാര്യ ഗിരിജ മുന്നോട്ട് വന്നു. ഇതൊരു ഗിരിജയുടെ മാത്രം അനുഭവമല്ല. എത്രയോ ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾക്കാണ് LDF സർക്കാർ വീടുണ്ടായി കൊടുത്തിരിക്കുന്നത്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല. ഇത് കേട്ട് വളർന്നവരാണ് നമ്മളെല്ലാം തന്നെ. പക്ഷേ സഖാക്കളെ, പ്രിയപ്പെട്ട ജനങ്ങളെ, എല്ലാ മനുഷ്യപുത്രർക്കും ഈ മണ്ണിൽ തലചായ്ക്കാൻ ഇടം കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സർക്കാരാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ എന്ന് ഇതിനങ്ങ് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ധാരാളം പുതിയ അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും 8 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാനുണ്ടെന്നാണ് ഇപ്പോൾ വന്ന അപേക്ഷകൾ വ്യക്തമാക്കുന്നത്. LDF ഈ കേരളത്തിൽ വീണ്ടും വന്നാൽ ഈ 8 ലക്ഷം പേർക്കും അവർക്ക് വാസയോഗ്യമായ ഇടം കിട്ടിയിരിക്കും എന്ന് ഈ അനുഭവത്തിൽ നിന്ന് ജനങ്ങൾക്ക് വ്യക്തമായില്ലേ? പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് നടപ്പാക്കാൻ ഇച്ഛാശക്തിയുടെ ഒരു ഗവൺമെൻറ് കൂടി കേരളത്തിൽ വേണം എന്ന് LDF സർക്കാർ തെളിയിച്ചു. ഇവിടെ മുൻകാലങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം പ്രഖ്യാപിച്ച് നടക്കലായിരുന്നു നടന്നതെങ്കിൽ ഇന്നത് തുടക്കം കുറിച്ച് കിടക്കും. 4 വരിപ്പാത ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. തീരദേശ ഹൈവേ വലിയ പ്രയാസമുണ്ടെങ്കിലും അതിന് തുടക്കം കുറിച്ചു. മലയോര ഹൈവേ അതിൻ്റെ പ്രവർത്തനം വളരെയധികം മുന്നോട്ട് പോയി. സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഇവിടെ വരാൻ പോകുന്നു. 10 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾ ആരംഭിക്കാൻ LDF സർക്കാർ മുൻകൈയെടുത്തു. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായില്ലേ? ഇവിടെ ശബരിമലയിൽ മറ്റൊരു വിമാനത്താവളം വരാൻ പോകുന്നു. കൊച്ചി മെട്രോ അതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കി അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്തിരിക്കുന്നു. ഇതാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ സ്വീകരിക്കുന്ന വികസന നയം. UDF അതിവേഗം ബഹുദൂരം പ്രഖ്യാപിച്ചുകൊണ്ട് നടപ്പാക്കിയ പദ്ധതികൾ എന്തായി? അതിവേഗം പാലാരിവട്ടം പാലം ഉണ്ടാക്കി. അതിവേഗം ആ പാലം തകർന്നു. UDF ഭരണത്തിൻ്റെ അഴിമതിയുടെ സാക്ഷ്യപത്രമായി ഇന്ന് പാലാരിവട്ടം പാലം നമ്മുടെ മുമ്പിൽ ഇന്ന് ഉയർന്നു നിൽക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര അഴിമതികളാണ് UDF ഭരണകാലത്ത് കേരളത്തിൽ നടത്തിയത്. അഴിമതിക്ക് വേണ്ടിയായിരുന്നു ഭരണം. ഓരോ പദ്ധതിയും അഴിമതിക്ക് വേണ്ടിയായിരുന്നു. ഓരോ മന്ത്രിമാരും ചിന്തിച്ചത് ഇത്ര ഉറുപ്പിക ചെലവഴിക്കുന്ന പദ്ധതി കൊണ്ടുവന്നാൽ അതിന് എനിക്കെത്ര കിട്ടും, ഇതായിരുന്നു, വീതിച്ചെടുക്കലായിരുന്നു UDF ഭരണത്തിൽ ഇവിടെ നടന്നത്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു സംഭവമില്ല. സുതാര്യമായ ഭരണം, അഴിമതിരഹിതമായ ഭരണം, അഴിമതിരഹിതമായൊരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി, ഇതെല്ലാം വന്നതോടുകൂടി ഇടതുപക്ഷ ഭരണം ഇവിടെ തുടരണം എന്ന അഭിപ്രായം ജനങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങി. ഇടതുപക്ഷത്തിന് തുടർ ഭരണമെന്ന് കേട്ടപ്പോൾ UDF കേന്ദ്രങ്ങൾ അവർ ഭാവിയെക്കുറിച്ച് അങ്കലാപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. ശത്രുവർഗങ്ങൾ സജീവമായി. അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെതിരെ ദിവസേന നുണപ്രചരണങ്ങൾ, 1000 നുണകൾ ഒരേ സമയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കള്ളപ്രചാരവരകൾ നടക്കുന്നു. എല്ലാ മാധ്യമങ്ങളും, മഹാഭൂരിപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരാണ് കേരളത്തിൽ. ദൃശ്യമാധ്യമങ്ങളായാലും അച്ചടി മാധ്യമങ്ങളായാലും ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദിവസേന കള്ളപ്രചാരവരകൾ ചെയ്യുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും എല്ലാം എതിരായിട്ടുള്ള കഥകൾ ഓരോ ദിവസവും വിന്യസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് തോന്നലുണ്ടാക്കാനാണ് ഇത്തരം നുണപ്രചാരവരകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുന്നയിക്കപ്പെട്ട ഒരു ആരോപണം പോലും തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല.
ഈ ആരോപണങ്ങളൊക്കെ തെളിയാണെങ്കിൽ, ശരിയുള്ള കാര്യങ്ങളാണെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാമായിരുന്നു. വിജിലൻസ് കോടതിയെ അവരൊന്നിനും സമീപിക്കുന്നില്ല. അഴിവ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വിജിലൻസ് കോടതിയിൽ സമീപിച്ച് നിയമാനുസൃതമായ നടപടി അവർക്ക് സ്വീകരിക്കാം. പക്ഷെ അവർ അത് ചെയ്യുന്നില്ല. ഹൈക്കോടതിയിൽ ചില പ്രശ്നങ്ങൾ സമീപിച്ചെങ്കിലും ഹൈക്കോടതി അവരുന്നയിച്ച പ്രശ്നങ്ങൾ ഒന്നുപോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊടുത്ത് ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരാരോപണം പോലും നിയമസഭയിൽ തെളിയിക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുക, ഇങ്ങനെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നടത്തുന്ന വികസന പദ്ധതികളെ ഇകഴ്ത്തി കാണിക്കുക, ഇതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. LDF സർക്കാർ പ്രഖ്യാപിച്ചു ഇവിടെ എല്ലാവർക്കും സുരക്ഷിതമായി ജീവിക്കാം, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും സുരക്ഷിതത്വം. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് ഒരു മതവിഭാഗത്തെ തുടച്ചു നീക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ LDF ഗവൺമെൻറ് പറഞ്ഞു ആ നിയമം ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല, അങ്ങനെ ഒരു പൗരത്വ രജിസ്റ്റർ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇങ്ങനെ പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനല്ലാതെ മറ്റൊരു ഗവൺമെൻറ് സാധിക്കുമോ? ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചു, പക്ഷെ ഒന്നും കോർപ്പറേറ്റുകൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെ LDF പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാം, നിങ്ങൾക്ക് കോർപ്പറേറ്റുകൾ തരുന്ന പൈസ എത്രയാണോ അത് ഞങ്ങൾ തന്നേക്കാം എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഇതാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും UDF ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വേർതിരിച്ചെടുത്ത് വിവേചന ബുദ്ധിയോടുകൂടി വിലയിരുത്താൻ നമ്മുടെ ജനങ്ങൾക്ക് സാധിക്കണം. അതിനുവേണ്ടി എതിരാളികൾ നടത്തുന്ന കള്ളപ്രചാര വരകളെ നേരിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. സമീപകാലത്ത് നട്ടാൽ പൊടിക്കാതെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വിവാദ വ്യവസായവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ വിവാദവുമായി മുന്നോട്ട് പോകട്ടെ. വികസന പദ്ധതികളെ തടസ്സപ്പെടുത്താനാണ് അവർ ഇത് ചെയ്യുന്നത്. അവർക്ക് വിവാദം മാത്രം മതി, മറ്റൊന്നും ഇവിടെ നടക്കാൻ പാടില്ല. നമുക്കാവശ്യം ഈ കേരളത്തെ മാറ്റണം, ഒരു നവകേരളം സൃഷ്ടിക്കണം. എല്ലാവർക്കും മനുഷ്യനായി ഒരുപോലെ ജീവിക്കാൻ സാധിക്കുന്നൊരു കേരളം ഇവിടെ സൃഷ്ടിക്കണം. തൊഴിലില്ലാത്ത എല്ലാവർക്കും തൊഴിൽ കിട്ടണം. കർഷകർക്കും തൊഴിലാളികൾക്കും മാന്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കണം. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും സ്വൈര്യമായി ജീവിക്കാനും വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനും ഇവിടെ സാധിക്കണം. അങ്ങനെ ഒരു കേരളം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ നാനാവിധമായ പരിശ്രമങ്ങൾ കേന്ദ്രഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിനെ വലിച്ച് താഴത്തിടും. അവരുടെ ലക്ഷ്യം നേടാൻ അവർ പല വഴികളും തേടും. പക്ഷേ ഈ ഗവൺമെൻറ്റിനെ വലിച്ച് താഴത്തിട്ടാൽ അവർക്കൊരു ഗവൺമെൻറ് ഇവിടെ രൂപീകരിക്കാൻ കഴിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോലെ അങ്ങനൊരു സംവിധാനം ഉണ്ടാക്കാൻ BJPക്ക് ഇന്ന് സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കുക. പകരം BJPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 5-10 സീറ്റ് കരസ്ഥമാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു തൂക്ക് നിയമസഭ ആണ് അവർ വിഭാവനം ചെയ്യുന്നത്. അതുവഴി BJPക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു കോൺഗ്രസ് ഭരണം കേരളത്തിലുണ്ടാക്കുക. ഇതാണ് അവർ ആസൂത്രണം ചെയ്യുന്ന തന്ത്രം എന്ന കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അടുത്ത നിയമസഭയിൽ ഇടതുപക്ഷത്തിന് ഇന്നുള്ള 91 സീറ്റല്ല, 100-ലധികം സീറ്റുകൾ നേടാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലേക്കാണ് കേരളം നീങ്ങേണ്ടത്. ഇത്തരത്തിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ ചിലപ്പോൾ രൂപം കൊണ്ടേക്കാം. നേമത്ത് രാജഗോപാലിനെ ജയിപ്പിച്ചത് UDFൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസിൻ്റെ വോട്ട് 20,000-ൽ പരം വോട്ട് രാജഗോപാലിന് മാറ്റി ചെയ്തതുകൊണ്ടാണ്. അത്തരം നേമൻ മോഡൽ അട്ടിമറികൾ സംഘടിപ്പിക്കാൻ അവർ പല മണ്ഡലങ്ങളിൽ ശ്രമിച്ചു എന്ന് വരും. അത് നാം മുൻകൂട്ടി കാണണം. അങ്ങനെ വന്നാലും അത്തരം കൂട്ടുകെട്ടുകളെ നമുക്ക് നേരിടാൻ സാധിക്കണം. മുൻകൂട്ടി നേമത്തിങ്ങനെ നടക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നേമത്ത് ഇടതുപക്ഷം ജയിക്കുമായിരുന്നു. പക്ഷെ അത് മുൻകൂട്ടി ആളുകൾ അറിഞ്ഞില്ല. കാരണം കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടല്ലോ എന്ന് പല കോൺഗ്രസ്സുകാരും ധരിച്ചു. അങ്ങനെയൊരു അട്ടിമറിയൊന്നും നടക്കില്ല എന്ന് കരുതിയവർ പിന്നീട് BJPയുമായി കോൺഗ്രസ് നടത്തിയ കള്ളക്കളി പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത്. കോലീബി സഖ്യമുണ്ടാക്കി വടകരയിലും ബേപ്പൂരിലും 91-ൽ നമ്മൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അത് ആ സഖ്യം ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആ 2 സ്ഥലത്തും ആ കൂട്ടുകെട്ടിനെ തോൽപ്പിച്ചു. 1960-ൽ EMSനെ തോൽപ്പിക്കാൻ പട്ടാമ്പിയിൽ എല്ലാവരും ചേർന്നൊരു മഹാസഖ്യം ഉണ്ടാക്കി.
വിമോചന സമരത്തിന് ശേഷം EMSനെ തോൽപ്പിക്കാൻ അന്ന് പട്ടാമ്പിയിൽ പ്രചരണത്തിന് വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ലാൽ ബഹദൂർ ശാസ്ത്രി, സുജേത കൃപലാനി എല്ലാവരും പട്ടാമ്പിയിൽ വന്ന് EMSനെ തോൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അന്നത്തെ ജനസംഘത്തിൻ്റെ, ഇന്നത്തെ BJPയുടെ അന്നത്തെ രൂപമായ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് EMSനെ തോൽപ്പിക്കാൻ എല്ലാ RSSകാരും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. ഇത് നടപ്പാക്കാൻ വേണ്ടി അന്നത്തെ ജനസംഘ നേതാവ് ദീനദയാൽ ഉപാധ്യായ പട്ടാമ്പിയിൽ വന്നു. എല്ലാവരും ചേർന്ന് EMSനെതിരായി പ്രചാരവന ചെയ്തു. ബാഫക്കി തങ്ങൾ അന്ന് പട്ടാമ്പിയിൽ ക്യാമ്പ് ചെയ്തു. എല്ലാവരും ഒന്നിച്ചപ്പോൾ EMS തോൽക്കും, 60-ൽ വിമോചന സമരത്തിന് ശേഷം EMS അസംബ്ലി കാണില്ല എന്നവർ പൂർണ്ണമായി ഉറപ്പിച്ചു. പക്ഷേ സഖാക്കളെ, അത്തരം അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ സഖാവ് EMSനെ പട്ടാമ്പിയിൽ 7500-ൽ പരം വോട്ടിനെ വിജയിപ്പിച്ചുകൊണ്ട് ആ മഹാസഖ്യത്തെ, അവിശുദ്ധ കൂട്ടുകെട്ടിനെ അന്ന് ആ ജനത തോൽപ്പിച്ചു. അന്നു മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും പല രൂപത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അതുണ്ടായി എന്ന് വരും. അതുകൊണ്ട് നാം കൂടുതൽ ശക്തി പ്രാപിക്കണം, നമ്മുടെ ബഹുജന പിന്തുണ വർദ്ധിപ്പിക്കണം. അതുവഴി ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളെയും തോൽപ്പിച്ചുകൊണ്ട് വേണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആസന്നമായ തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും നമുക്ക് വിജയിക്കാം. അങ്ങനെ വിജയിച്ചാൽ നവകേരളം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. നമ്മുടെ ഭാവി തലമുറയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ സാധിക്കും. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ സാധിക്കും. തൊഴിലില്ലാത്തവർക്ക് ജോലി ഉറപ്പുവരുത്താൻ സാധിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിതമായി വീടുകളിൽ കഴിയാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് അട്ടിമറിക്കാൻ വീട് നടത്തുന്ന എല്ലാ നീക്കങ്ങളെയും ചേർത്ത് തോൽപ്പിക്കണമെങ്കിൽ CPIM ഇന്നുള്ളതിനേക്കാൾ ശക്തിപ്പെടണം. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ ജാഗരൂകരായി പ്രവർത്തിക്കണം. ഇപ്പോൾ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചാൽ പോരാ. ഇത് നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ ക്ഷമാപൂർവ്വം സമീപിക്കണം. നമ്മളെക്കുറിച്ച് നല്ല തെറ്റിദ്ധാരണകളും കൊണ്ടായിരിക്കാം അവർ നമ്മുടെ കൂടെ ഇപ്പോൾ സഹകരിക്കാത്തത്. എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ കാരണം നമ്മളോട് സഹകരിക്കാത്തവരുണ്ടായിരിക്കാം. പക്ഷെ നാം ആരെയും അങ്ങനെ ശത്രുക്കളായി കാണാൻ പാടില്ല. അവരെല്ലാം നമ്മുടെ കൂടെ നിൽക്കേണ്ട ജനവിഭാഗമാണെന്ന് കണ്ട് ഓരോരുത്തരെയും സമീപിക്കണം. വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല നമുക്ക് ഇന്നത്തെ സന്ദർഭത്തിൽ പരിഗണിക്കേണ്ടത്. അവരെല്ലാം കഴിഞ്ഞ കാലത്ത് സ്വീകരിച്ച നിലപാടുകൾ എന്തെങ്കിലും ആകട്ടെ, ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ ഓരോരുത്തരെയും കണ്ട് നമ്മുടെ നിലപാടുകൾക്ക് പിന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിനെപ്പറ്റി ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുണ്ട്. അത് മനസ്സിലായിക്കൊണ്ട് എല്ലാ വീടുകളിലേക്കും പോവുക, ഓരോരുത്തരെയും സമീപിക്കുക, മുൻവിധിയില്ലാതെ ജനങ്ങളെ സമീപിക്കുക, ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക. അതിനുവേണ്ടി CPIMനെ അതിൻ്റെ ബഹുജന അടിത്തറ വിപുലീകരിക്കുക. നമ്മുടെ ഓരോ സഖാവും ഓരോ അനുഭാവിയും കർമ്മനിരതമായി പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് കേരളത്തിൽ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കും. ആ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരും പടയാളികളായി, പോരാളികളായി രംഗത്തിറങ്ങണം. ആ പോരാട്ടത്തിൽ ഈ വെളിയത്തുനാട് പ്രദേശത്ത് പാർട്ടി കൂടുതൽ ഊർജം കൊടുക്കാൻ ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസ് സഖാ VK നായനാർ മന്ദിരം നമുക്കൊരു പ്രചോദനമായിരിക്കും, ഒരു മുതൽക്കൂട്ടായിരിക്കും, നമ്മുടെ ഒരു പ്രവർത്തന കേന്ദ്രമായിരിക്കും. ഈ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് അഭയം നൽകാൻ EK നായനാർ മന്ദിരം സഹായകരമായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി സഖാ VK നായനാർ സ്മാരക മന്ദിരം